ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജാൻസി. ഞാൻ ഡോക്ടർ ജർമ്മന്റെ സീനിയർ കൗൺസിലർ ആണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമുണ്ട്. BSc നഴ്സിംഗ് കഴിഞ്ഞു, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞു, വലിയൊരു ഗ്യാപ്പ് വന്നു, എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെ, ഏത് കൺട്രി തിരഞ്ഞെടുക്കണം? യെസ്, ജർമ്മനി. ജർമ്മനിയാണ് അതിലേറ്റവും നല്ല രീതിയിലുള്ള അവസരങ്ങൾ നമ്മൾക്കായി തുറന്നു തരുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും നമുക്ക് നഴ്സുമാർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ എന്നാലും മറ്റുള്ള കൺട്രികളെ അപേക്ഷിച്ച് ജർമ്മനിക്ക് എന്താണ് പ്രത്യേകത കൂടുതലായിട്ടുള്ളത്? നമുക്കൊന്ന് നോക്കാം. ജർമ്മനിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ചൊന്നും അല്ല കേട്ടോ. 2 വർഷത്തില് ആദ്യത്തെ 1 വർഷം എന്ന് പറയുന്നത് മാതാവിന് മാത്രമാണ്. മാതാവിന് മാത്രം 80%, അതായത് നമ്മൾ ലാസ്റ്റ് വാങ്ങിയിട്ടുള്ള സാലറിയുടെ 80% സാലറി നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അതുപോലെ ആഫ്റ്റർ ഡെലിവറി നമ്മൾക്ക് ഹസ്ബൻഡിനും വൈഫിനും, അതായത് മാതാവിനും പിതാവിനും നമ്മൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 60%, മാതാവിന്റെ സാലറി 60%വും പിതാവിന്റെ സാലറി 60%വും ഈ മെറ്റേണിറ്റി ബെനിഫിറ്റിൽ, അതായത് മെറ്റേണിറ്റി ലീവില് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് കൂടാതെ ചൈൽഡ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ ബെനിഫിറ്റ് ആണ്. നമ്മൾ പല കൺട്രിയിലും നമ്മൾ എന്താ പറയാ ടാക്സസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ടാക്സ് ഒക്കെ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ജർമ്മനി അത് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതായത് ആഫ്റ്റർ റിട്ടയർമെന്റ് നമ്മൾ ഏത് കൺട്രിയിലാണോ ഇരിക്കുന്നത്, നമുക്ക് ഇനിയിപ്പം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് മന്ത്ലി ഒരു പെൻഷൻ ആയിട്ട് ആ ഒരു എമൗണ്ട് തിരിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ബെനിഫിറ്റ് ഉള്ള കൺട്രി വേറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇത്ര രൂപ ചെലവാക്കണം. ഫ്രീ ആയിട്ട് കൊണ്ടുപോയാലോ? അതെ, ഫ്രീ ആയിട്ട് തന്നെയാണ് നേഴ്സുമാർക്കുള്ള അവസരം നമ്മൾ ഒരുക്കുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. BSc നഴ്സിംഗ് നല്ല മാർക്കോടുകൂടി പാസ്സാകുക. എക്സ്പീരിയൻസ് ഗ്യാപ്പ് നമുക്ക് പ്രശ്നമേ അല്ല. B2 ക്വാളിഫൈഡ് ആയിരിക്കണം. ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു അവസരം സാധ്യമാകത്തുള്ളൂ. ജർമ്മനിയെ കുറിച്ചുള്ള അവസരങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പുതിയൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരേക്കും ഇറ്റ്സ് മീ ജാൻസി സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.